പുളിക്ക് കഞ്ഞിയുടെ കൂടെ എന്ത് കോമ്പിനേഷൻ ആണ് താല്പര്യം? ഇതാ ഓപ്ഷൻസ് കേക്കണോ? പറയട്ടെ. എ പുഴുക്ക് ചുട്ടരച്ച ചമ്മന്തി, ചിക്കൻ ഫ്രൈയും പൊറോട്ടയും, മട്ടൻ സ്റ്റൂവും പയറും. പുഴുക്കും ചുട്ടരച്ച ചമ്മന്തി. അതെന്താ മറ്റേത് വേണ്ടേ? ഇല്ല, അതിനകത്ത് പറയുന്നുണ്ടല്ലോ മറ്റേ ഞാനും ആംബ്ലിങ്ങളുള്ള കയറില് ചുട്ടരച്ച ചമ്മന്തി എടുക്കട്ടെ എന്ന് ചോദിക്കും. കഞ്ഞിയും പുഴുക്കാണ് എന്ന് പറയുമ്പോ ഓക്കെ എന്നാ കുറച്ച് ചുട്ടരച്ച ചമ്മന്തി കൂടി എടുക്കട്ടെ. എനിക്ക് ആ ഷോട്ട് ഭയങ്കര ഓർമ്മ എന്ന് വെച്ചാല് അത് കഴിഞ്ഞപ്പോ അമ്പിളിങ്ങളുടെ അടുത്ത് പറഞ്ഞു തോളത്ത് തട്ടിട്ട്, ഞാൻ ന്യൂക്കമർ അല്ലേ, ഉഗ്രൻ ടൈമിംഗ് ആണ്, ആർട്ടിസ്റ്റ് ആവും. ഒരുപാട് സന്തോഷം തോന്നുന്നു അല്ലേ? അതിന് തൊട്ടു മുന്നേ ചോദിക്കട്ടെ, നമ്മളിപ്പം ഇന്നസെന്റ് ഏട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ തന്നെ അതെ, ആ ഒരു ഓർമ്മയും നിങ്ങൾ ആ ഒരു സിനിമയിലെ എത്രയോ സീൻസ് ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നമ്മളെ ഒരു കാര്യം ഇല്ലാതെ നോർമലായിട്ടും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ്. സിനിമയിൽ അങ്ങനെ ഒരു പൊതു സ്വഭാവം ഇല്ല. അതെ, പക്ഷെ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സിനിമയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരു ഗ്യാപ്പ് വന്നപ്പോ ഇപ്പൊ എന്റെ കോണ്ടാക്ട് ഒന്നും ആർക്കും ഇല്ല, എന്റെ നമ്പർ ഒന്നും ഇല്ല. ഞാൻ അടുപ്പ് ബോംബെ നമ്പർ എടുത്തു. അപ്പൊ ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ നാട്ടിൽ വന്ന് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അങ്കിളുടെ അടുത്ത്, അങ്കിളെ ഞാൻ നവ്യ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിന്നെയൊക്കെ ഇനി പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോടി, എനിക്ക് അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ചില അപ്പൊ അവരുടെ അതുപോലെ പിന്നീട് ഞാൻ അങ്കിള് മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ളതിലാണ് പലരും എനിക്ക് അയച്ചു തന്നത് വീഡിയോസ്. പല സ്റ്റേജിലും ഞാൻ നായികയായിട്ട് പ്രതീക്ഷിച്ചത് നവ്യ നായരെയാണ്, പക്ഷെ അവിടെ ചെന്നപ്പോ KPC ലളിതയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്കിളുടെ കുറെ കോമഡിയൊക്കെ. അപ്പോ അന്നൊന്നും ഞാൻ സിനിമയിലില്ല. അങ്കിൾ ആ സ്റ്റേജിൽ അതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ സിനിമയിലില്ല. അവരുടെ മനസ്സിലുണ്ടല്ലോ ഞാൻ എന്ന് ഓർത്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണും, അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഇപ്പൊ ഈ ഒരു സിനിമയിൽ തന്നെ സിറ്റുവേഷൻ കോമഡി നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് കൗണ്ടർ നിങ്ങൾ തമ്മിൽ അതിനകത്തുണ്ട്, ഒരുപാട് സീക്വൻസ് ഉണ്ട് ആ ഒരു സിനിമയിൽ തന്നെ, കോമഡി സീൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേ നിങ്ങളുടെ ആ ഒരു അന്നേരം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും ഓർമ്മകളും? അതോ? ഓർമ്മകള് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം രാത്രിയില് ഫുള്ള് ഷൂട്ടിങ്ങാ, പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഷൂട്ടിങ്, അങ്ങനെയാ ഫുള്ള് നൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കൗണ്ടർ വന്നോണ്ടേ ഞങ്ങൾ ഇടും. എന്നിട്ട് ഫുൾ യൂണിറ്റ് അങ്ങ് ചിരിക്കും, ക്യാമറമാൻ വരെ. അത് ടേക്ക് അങ്ങ് പോകുവേ. അന്ന് ഫിലിമാണ്. പിന്നെ ഒറ്റ ഗുണം എന്താന്ന് വെച്ചാല് താടി ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ. ലാലേട്ടനാണ് ആദ്യം ചിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാരും ചിരിക്കും, ഒരു ലാലേട്ടന്റെ വക. പിന്നെ മുഴുവൻ സെറ്റും മറ്റേ ആ ഓണക്കമുന്തിരി എടുത്ത് ആട്ടുംകാട്ടൻ തന്നാ താൻ തിന്നോടോ ചോദിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ എത്ര ടേക്കാന്നറിയോ? ആണല്ലേ? കാരണം ആരെങ്കിലും ഒരാൾ ചിരിക്കും ഉറപ്പായിട്ട്. അതായത് പിന്നെ റിലേയും പോയി കിടക്കുക 2:30-3:30 ആ സമയത്താണല്ലോ. അപ്പൊ പിന്നെ എല്ലാരും അഭിനയവും ക്യാരക്ടറും ഒക്കെ വിട്ടു. ചിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മനസ്സിൽ, ചിരിക്കരുത്.